ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സൈൻഡ് APK എങ്ങനെയാണ് പ്ലേ സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി എനിക്ക് ഓൾറെഡി ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. സോ ഞാൻ ആ ഒരു അക്കൗണ്ട് എടുക്കുകയാണ്. നമുക്ക് ഗൂഗിൾ പ്ലേ കൺസോൾ എന്ന് ടൈപ്പ് ചെയ്യാം. പ്ലേ കൺസോൾ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നേരെ പ്ലേ കൺസോളിലേക്ക് പോകും. അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് എടുക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ, ഇത് അവരുടെ പുതിയ ഒരു കൺസോൾ ആണിത്. ഓൾഡർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൺസോളൊക്കെ അവർ മാറ്റി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. പഴയത് യൂസ് ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. ദെൻ ഇപ്പൊ ഇങ്ങനെ ഫസ്റ്റ് വിൻഡോ വരും. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ക്രിയേറ്റ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആപ്പ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ആപ്പ് നിങ്ങൾ മറ്റൊരു വിൻഡോയിലേക്ക് വരും. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ആ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് ആപ്പ് നെയിം, അതായത് ആപ്പിന്റെ പേര് എന്താണ് എന്നാണ്. അപ്പൊ ഞാൻ എൻ്റെ ആപ്പിന്റെ പേര് ഞാൻ കൊടുക്കുകയാണ്. ജെൻവോൺ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ, വേറെ ഞാൻ കൊടുക്കുന്നില്ല. ദെൻ ഡിഫോൾട്ട് ലാംഗ്വേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദെൻ പിന്നെ ആപ്പ് ഓർ ഗെയിം, അതായത് യു ക്യാൻ ചേഞ്ച് ദിസ് ലേറ്റർ ഇൻ സ്റ്റോർ സെറ്റിംഗ്സ്. ഓക്കെ, അപ്പോൾ ഇത് ആപ്പ് ആണോ അത് ഗെയിം ആണെന്ന് ചോദിക്കും. ഞാൻ അത് ആപ്പ് ആണെന്ന് കൊടുത്തു. പിന്നെ ഫ്രീ ആണോ പെയ്ഡ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഫ്രീ ആണെന്ന് പറഞ്ഞു. നിങ്ങൾ പെയ്ഡ് ആണെങ്കിൽ നിങ്ങൾ പേര് കൊടുക്കാം. ദെൻ ഈ രണ്ട് ഡിക്ലറേഷൻസ് ഉണ്ട്. രണ്ട് ഡിക്ലറേഷൻസ് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, ചെയ്യാതെ പറ്റില്ല. രണ്ട് ഡിക്ലറേഷൻസ് ആക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മറ്റൊരു വിൻഡോയിലേക്ക് റീഡയറക്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. ജസ്റ്റ് നമ്മളിപ്പോൾ കൊടുത്ത ബേസിക് ഇൻഫർമേഷൻ വെച്ച് ഇപ്പൊ മറ്റൊരു ആപ്ലിക്കേഷൻ ഇപ്പൊ ജനറേറ്റ് ആയി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഡാഷ്ബോർഡിന്റെ അകത്തേക്ക് നമ്മളിപ്പോ വന്നിരിക്കുകയാണ്. ഇനി ഈ ലെഫ്റ്റ് സൈഡിലെ വിൻഡോയിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ എല്ലാം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കുന്നത് സ്റ്റോർ ലിസ്റ്റിങ്ങും പ്രൊഡക്ഷനും മാത്രമാണ്. അപ്പൊ നിങ്ങൾ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ പ്രൊഡക്ഷൻ അല്ല ഇപ്പോൾ എടുക്കുന്നത്. പ്രൊഡക്ഷൻ രണ്ടാമത്തെ ഓപ്ഷനാണ്. നമ്മൾ ആദ്യം എടുക്കുന്നത് സ്റ്റോർ ലിസ്റ്റിംഗ് ആണ്. അതായത് നിങ്ങൾ ഇവിടെ കണ്ടോ, ഈ സ്റ്റോർ പ്രസൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അകത്ത് മെയിൻ സ്റ്റോർ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഇൻഡു ഇട്ട് സ്റ്റാർ ഇട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിനെ പറ്റി ഞാനിപ്പോൾ തൽക്കാലം ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഞാൻ ചുമ്മാ ടൈപ്പ് ചെയ്തിടുകയാണ്. ഫുൾ ഡിസ്ക്രിപ്ഷൻ, അതായത് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കണ്ടു കഴിയുമ്പോൾ ആദ്യം വരുന്ന 2 ലൈൻ, ദെൻ ഫുൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വരും. അതാണ് ഫുൾ ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾക്ക് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ 80 ക്യാരക്ടേഴ്സ്, ഫുൾ ഡിസ്ക്രിപ്ഷൻ 4000 ക്യാരക്ടേഴ്സ് വരെ ആക്സെപ്റ്റബിൾ ആയിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ചുമ്മാ ടൈപ്പ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ, ഒന്നും ഞാൻ പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഡെമോ മാത്രമാണിത്. ഇതിന്റെ അടുത്തത് ഗ്രാഫിക്സ് ആണ്. അതായത് ആപ്പ് ഐക്കൺ, അതായത് നമ്മളൊരു ഐക്കൺ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 512x512 512 പിക്സലിലുള്ള JPG അല്ലെങ്കിൽ 32 ബിറ്റ് PNG ആയിരിക്കണം നമ്മുടെ ഐക്കൺ എന്ന് പറയുന്നത്. ഒരു MB യിൽ കൂടാൻ പാടില്ല നമ്മുടെ ആപ്പ് ഐക്കണിന്റെ സൈസ്. അതായത് ഈ ഐക്കൺ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്ലേ സ്റ്റോർ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ വന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണുമല്ലോ, അന്നേരം കാണുന്ന ആ ഒരു ഐക്കണാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാനൊരു ഐക്കൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു അതിന്റെ ഐക്കൺ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, അത് അപ്ലോഡ് ആവട്ടെ. ഓക്കെ, അപ്ലോഡ് ആയി. അപ്പോൾ ഐക്കൺ വന്നിട്ടുണ്ട്. ദെൻ അടുത്തത് ഫീച്ചർ ഗ്രാഫിക്, ഇത് മാൻഡറ്ററി ആണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് 1024x500 ആ ഒരു സൈസിലായിരിക്കണം. പിന്നെ JPG അല്ലെങ്കിൽ 24 ബിറ്റ് PNG ആയിരിക്കണം. അപ്പൊ ഞാൻ അതും നിങ്ങൾ ഇത് കറസ്പോണ്ടിങ് നോക്കിയതിന് ശേഷം അത് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അത് അപ്ലോഡ് ആവട്ടെ. ഇതിന്റെ അടുത്തത് ഫോൺ സ്ക്രീൻഷോട്ട് ആണ്. ഫോണിന്റെ നമ്മൾ സ്ക്രീൻഷോട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്ക്രീൻഷോട്ട് ആണ്. അതൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടി ഒരെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഞാൻ അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് 8 സ്ക്രീൻഷോട്ടുകൾ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ കണ്ടതിന് ശേഷം താഴെ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്ലോഡ് അറ്റ്ലീസ്റ്റ് 2 ഫോൺ ഓർ ടാബ്ലറ്റ് സ്ക്രീൻഷോട്ട്, അതായത് 2 എണ്ണമെങ്കിലും അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി നോക്കാം.
സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ ഈ ഇമേജ് തന്നെ കൊടുത്തു നോക്കാം. എടുക്കോ അക്സെപ്റ്റ് ചെയ്യുമോ അറിയില്ല. ഓക്കെ, അത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ 7-inch ടാബ്ലറ്റ് സ്ക്രീൻഷോട്ട്, ഇതൊക്കെ പിന്നെ വേണമെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ ഇതിന്റെ സൈസും കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യാം, വീഡിയോയുടെ URL നിങ്ങൾ ഈ നമ്മുടെ ഈ ആപ്ലിക്കേഷന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് യൂട്യൂബ് ഇടാം. ദെൻ ആ യൂട്യൂബിന്റെ ഒരു ലിങ്ക് ഇവിടെ കൊടുത്താലും മതിയാകും. ഓക്കെ, ദെൻ ഞാനിത് സേവ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കൊടുത്ത കാര്യങ്ങൾ വെച്ചിട്ട് ഡ്രാഫ്റ്റ് ആയിട്ട് ഈ ഒരു സംഭവം ഇപ്പോൾ എന്തായിട്ടുണ്ട്, സേവ് ആയി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റോർ ലിസ്റ്റിംഗ് കഴിഞ്ഞു. ഇനിയുള്ളത് നമുക്ക് ഇനി അടുത്തത് പ്രൊഡക്ഷൻ ആണ്. നമ്മൾ പ്രൊഡക്ഷനിലേക്ക് പോവാണ്. പ്രൊഡക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്ഷന് മുമ്പായിട്ട്, പ്രൊഡക്ഷനിലേക്ക് പോകുന്നത് കിട്ടുമ്പോൾ ഇവിടെ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഓപ്പൺ ടെസ്റ്റിംഗ്, ക്ലോസ് ടെസ്റ്റിംഗ്, ഇന്റേണൽ ടെസ്റ്റിംഗ്, പ്രീ രജിസ്ട്രേഷൻ എന്നൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഓരോന്നിനും, അതായത് നമ്മൾ ഈ പ്രൊഡക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സ്റ്റെപ്പുകളാണ്. നമുക്ക് 2 പേർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഒരു ഇന്റേണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനിയുടെ അകത്തുള്ള ഒരു 10-12 പേർക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ 10-50 പേർക്ക് ഉള്ളത്. ദെൻ ഓപ്പൺ എന്ന് പറയുമ്പോൾ കുറെ കൂടി ആൾക്കാർക്ക് എത്തിക്കുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് സാധനം പോകുന്നത്. ഇങ്ങനെയാണ് ടെസ്റ്റിങ്ങിന്റെ കേസുകൾ വരിക. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് ടെസ്റ്റിംഗ് പർപ്പസ്, ടെസ്റ്റിംഗ് ചെയ്യുന്നവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. ദെൻ ഞാനിപ്പോൾ ഡയറക്റ്റ് പ്രൊഡക്ഷനിലേക്കാണ് പോകുന്നത്. ഞാൻ എപ്പിക്ക് പ്രൊഡക്ഷനിലേക്ക് ഇടാൻ പോവാണ്. പ്രൊഡക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ പുതിയൊരു ക്രിയേറ്റ് ന്യൂ റിലീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതായത് നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ക്രിയേറ്റ് ന്യൂ റിലീസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ ഗൂഗിൾ ഈസ് പ്രൊട്ടക്ടിങ് യുവർ ആപ്പ്, സൈൻ കണ്ടിന്യൂ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ആപ്പ് ബണ്ടിൽ അല്ലെങ്കിൽ APK നമ്മൾ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഒന്നുകിൽ നമ്മൾ APK ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആപ്പ് ബണ്ടിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാനൊരു ആപ്പ് ബണ്ടിലാണ് ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഞാനത് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നോക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു കറസ്പോണ്ടിങ് ആപ്പ് ബണ്ടിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ അപ്ലോഡിംഗ് ടൈമിൽ തന്നെ ഇവർ ചെക്ക് ചെയ്യും ഇതിന്റെ അകത്ത് പ്രീവിയസ് വേർഷൻസ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേർഷൻസ് തന്നെയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ അപ്ലോഡിംഗ് ടൈമിൽ തന്നെ ഇവർ ചെക്ക് ചെയ്ത് നമുക്ക് റിസൾട്ട് കാണിക്കും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ താഴെയുള്ള റിലീസ് നെയിം, റിലീസ് നോട്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. റിലീസ് നെയിം ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അപ്പോൾ വേർഷൻ 1.0 ഇപ്പൊ നമ്മുടെ വേർഷൻ കോഡ് ഇപ്പൊ അപ്ലോഡ് ചെയ്ത ആപ്പ് ബണ്ടിലിന്റെ വേർഷൻ കോഡ് 1.0 ആണ്. അപ്പൊ റിലീസ് നെയിം അങ്ങനെ തന്നെ വന്നു. ഞാൻ ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് നിങ്ങളുടെ ആപ്പിനെ പറ്റി എന്താണ് ഇതിനകത്ത് എക്സ്ട്രാ വന്നിരിക്കുന്ന ഫീച്ചർ, ഇത് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് റിലീസ് ഇടുവാണെങ്കിൽ, അതായത് അടുത്ത ഒരു അപ്ഡേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഇതിന്റെ എന്താണ് അപ്ഡേഷൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇത്രേ ഉള്ളൂ. ഇതിന്റെ അകത്ത് നമ്മൾ ജസ്റ്റ് APK അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ദെൻ സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ APK കൊടുത്തു, സാധനം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് റിവ്യൂ റിലീസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഈ റിലീസിനെ റിവ്യൂ, അതായത് ഈ റിലീസിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ മറ്റൊരു വിൻഡോയിൽ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് റോൾ ഔട്ട് ടു പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ആയി കിടക്കുന്നത് കണ്ടല്ലോ. ഇത് എപ്പോൾ എനേബിൾ ആവുന്നു അപ്പൊ അന്നേരം നമുക്കിത് ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രൊഡക്ഷനിലേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഈ 3 എറേഴ്സ് കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. യുവർ ആപ്പ് കനോട്ട് ബി പബ്ലിഷ്ഡ് യെറ്റ്, കംപ്ലീറ്റ് ദ സ്റ്റെപ്പ് ലിസ്റ്റഡ് ഓൺ ദ ഡാഷ്ബോർഡ്. ഓക്കെ, ഡാഷ്ബോർഡിൽ കുറച്ച് സംഭവങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്താലേ ഇത് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. യുവർ ആപ്പ് ഹാസ് ആൻ APK വിത്ത് വേർഷൻ കോഡ് 1 ദാറ്റ് റിക്വയർസ് the permission and permission record audio. App using this permission in an APK is required to have a privacy policy set. ഓക്കെ, അതിന് പ്രൈവസി പോളിസിയുടെ നമ്മൾ എന്താ പറയുക, നമ്മുടെ സെർവറിൽ ഒരു പ്രൈവസി പോളിസിക്ക് വേണ്ടി, അതായത് എന്റെ ആപ്ലിക്കേഷനിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഞാൻ ചോദിച്ചിട്ടുണ്ട് മാനിഫെസ്റ്റില്. അപ്പൊ ഇത് അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ ചെക്ക് ചെയ്ത് മാനിഫെസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രൈവസി പോളിസി നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ലിങ്ക് നമ്മളിവിടെ അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ കൊടുക്കേണ്ടി വരും. Then no countries or regions have been selected for track at least one country. അതായത് ഏത് കൺട്രിയിലാണ് ഇത് വിസിബിൾ ആവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ അതെല്ലാം കൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഗോ ടു ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മളിതിന്റെ
ഓക്കെ, നമ്മളിപ്പോൾ ഡാഷ്ബോർഡിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ 1 of 8 കംപ്ലീറ്റ് എന്നത് 8 സ്റ്റെപ്സുകളുണ്ട്. ഈ 8 സ്റ്റെപ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക ഇത് റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത APK പ്ലേ സ്റ്റോറിലേക്ക് പബ്ലിഷിങ്ങിന് വേണ്ടി, അതായത് ഗൂഗിളുകാരുടെ റിവ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ സെറ്റ് പ്രൈവസി പോളിസി ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് ചോദിക്കും. ഇപ്പൊ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി വെച്ചുകൊണ്ട് URL കൊടുക്കണം. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. നമ്മൾ കൊടുക്കുക, അപ്പോൾ അത് ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവും. ഇതിന്റെ അടുത്തത് ആപ്പ് ആക്സസ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഫംഗ്ഷനാലിറ്റീസ് അവൈലബിൾ വിത്തൗട്ട് സ്പെഷ്യൽ ആക്സസ്, ഓൾ ഓർ സം ഫംഗ്ഷനാലിറ്റീസ് റെസ്ട്രിക്റ്റഡ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്വഭാവമാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ഓൾ ഫംഗ്ഷനാലിറ്റി, അതായത് എന്റെ എല്ലാം വിത്ത് ഒരു പ്രത്യേകിച്ച് ഒരു ആക്സസ് ഒന്നും ഇല്ലാതെ തന്നെ അതിന്റെ അകത്തുള്ള എല്ലാ ഫംഗ്ഷനാലിറ്റീസും കൊടുക്കാൻ വേണ്ടി സാധിക്കും. സോ അത് സേവ് ചെയ്യാം, ദെൻ ബാക്ക് അടിക്കുക. ദെൻ അടുത്തത് അപ്പൊ നിങ്ങൾ ഓരോന്നും കഴിഞ്ഞിട്ട് ഇവിടെ ടിക്ക് വീഴുന്നതായിരിക്കും. ദെൻ അടുത്തത് ആഡ്സ് ആണ്. ആഡ്സ് ഡസ് യുവർ ആപ്പ് കണ്ടെയ്ൻസ് ആഡ്സ്, നമ്മുടെ ആപ്പിന്റെ അകത്ത് ആഡ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. യെസ്, അപ്പൊ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. എന്റെ ആപ്പിൽ ആഡ്സ് ഒന്നും ഇല്ല, സോ ഞാനത് നോ കൊടുത്തു. ദെൻ അടുത്തത് കണ്ടന്റ് റേറ്റിംഗ്, അതായത് കണ്ടന്റ്, അതായത് നമുക്ക് നമ്മുടെ യൂസേഴ്സ് റേറ്റിംഗ് തരുന്നതിന് മുമ്പ് തന്നെ ഗൂഗിളുകാരുടെ ഒരു റേറ്റിംഗ് ആവശ്യം, IARC അപ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട്. അതിനാണ് കണ്ടന്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കുക, കറക്റ്റ് ആയിട്ട് ആൻസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 3.0 എല്ലാം നമ്മുടെ റേറ്റിംഗ് ആയിട്ട് ഇട്ട് തരുന്നതായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ ഏറിയൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ചോദിക്കും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണ്. ഞാൻ ഇമെയിൽ അഡ്രസ് കൊടുത്തു. ദെൻ അടുത്തത് കാറ്റഗറി, ഇത് റെഫറൻസ്, ന്യൂസ് ഓർ എഡ്യൂക്കേഷനിലാണോ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഫോംസ്, കണ്ടന്റ് അഗ്രിഗേഷൻ, കൺസ്യൂമർ സ്റ്റോഴ്സ്, കൊമേഴ്ഷ്യൽ സ്ട്രീമിംഗ് സർവീസ്, ഗെയിം, എന്റർടൈൻമെന്റ്, പ്രൊഡക്ടിവിറ്റി കമ്മ്യൂണിക്കേഷൻ. ഇത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഏത് കാറ്റഗറി ആണെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ തൽക്കാലം ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന രീതിയിൽ സാധനം ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് അടിക്കാം. അടുത്തത് വയലൻസ്, ക്യാൻ ദ ആപ്പ് കണ്ടെയ്ൻ വയലന്റ് മെറ്റീരിയൽ, എന്തെങ്കിലും വയലന്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ നോ കൊടുക്കുക. പിന്നെ സെക്ഷൽ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൊടുത്തു, നോ. ലാംഗ്വേജ്, നമുക്ക് എന്തെങ്കിലും അതായത് ഒഫൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ലാംഗ്വേജ് എന്തെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് കൊടുക്കും, നോ. ഡ്രഗ്സോ അങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗ്സിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് വാങ്ങുകയോ വിൽക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും, നോ. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, നമ്മളിത് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ടെസ്റ്റ് ദ ആപ്പ് നേറ്റീവ്ലി അലോ യൂസർ ടു ഇന്ററാക്ട് ദ എക്സ്ചേഞ്ച് ഡേറ്റ കണ്ടന്റ് ത്രൂ വോയിസ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ യൂസേഴ്സിന്റെ ഡേറ്റയോ എന്തെങ്കിലും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടോ, വോയിസ് കമ്മ്യൂണിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ഇമേജ് വഴിയോ ഒക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടോ, നോ. അങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊടുക്കുക. യൂസേഴ്സിന്റെ ഫിസിക്കൽ ലൊക്കേഷൻ നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക, നോ. ഇതൊക്കെ ഓരോരുത്തരുടെ ആപ്ലിക്കേഷന്റെ സ്വഭാവം അനുസരിച്ച് ഈ ക്വസ്റ്റിന്റെ ആൻസർ വരിക. ഡസ് ദ ആപ്പ് യൂസേഴ്സ് പർച്ചേസ്ഡ്, എന്തെങ്കിലും ഡിജിറ്റൽ ഗുഡ്സ് എന്തെങ്കിലും ഇതിനകത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും, നോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ഇതിനൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സേവ് ആയി, നമുക്ക് നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവര് നമുക്കൊരു റേറ്റിംഗ് ഉണ്ട്, 3 റേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം തരും. ഓക്കെ, ഇത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു റേറ്റിംഗിന്റെ ഒരു സെറ്റപ്പ് ഇവർ തന്നെ അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. IARCയുടെ ഒരു അപ്രൂവൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ തിരിച്ച് ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു പോകണം. നമുക്ക് നോക്കാം. ഇതിൽ ആപ്പിന്റെ ആക്സസ് ആയി, ആഡ്സ് ആയി, കണ്ടന്റ് റേറ്റിംഗ് ആയി. ഇനി അടുത്തത് ടാർഗറ്റ് ഓഡിയൻസ്. ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് ദ ടാർഗറ്റ് ആപ്പ്, അതായത് നമ്മൾ ഏത് പ്രായത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു 18 വയസ്സിന് മേളിലേക്കുള്ള ആൾക്കാരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ അത് നെക്സ്റ്റ് അടിക്കുക. ദെൻ അടുത്തത് കുഡ് യു സ്റ്റോർ ലിസ്റ്റിംഗ് അൺഇന്റൻഷനലി അപ്പീൽ ടു ദ ചിൽഡ്രൻ, നോ. നെക്സ്റ്റ് അടിക്കുക. ടാർഗറ്റ് ഗ്രൂപ്പ് ഈസ് ഓക്കെ, ഇത് വായിച്ചു നോക്കിയതിനു ശേഷം അക്സെപ്റ്റ് ചെയ്ത് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്തു ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു വന്നു. ഇപ്പൊ അത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടിക്ക് മാർക്ക് വീഴുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അടുത്തത് ന്യൂസ് ആപ്പ് എന്ന സംഭവം എന്ന് പറയുന്നത് നോക്കാം. ഈസ് യുവർ ആപ്പ് ഈസ് എ ന്യൂസ് ആപ്പ്, നോ. ഓക്കെ ആണെങ്കിൽ എസ് കൊടുക്കുക. ഓക്കെ,
അപ്പോൾ അത് ന്യൂസ് ആപ്പ് ആണെന്ന് ചോദിച്ചു, അല്ല എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഞാൻ 8 എണ്ണത്തിൽ 6 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് മാനേജ് ഹൗ യുവർ ആപ്പ് ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് പ്രസന്റഡ്. സെലക്ട് ആൻ ആപ്പ് കാറ്റഗറി ആൻഡ് പ്രൊവൈഡ് കോണ്ടാക്ട് ഡീറ്റെയിൽസ്. ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആപ്പാണ്, നിങ്ങൾ കാറ്റഗറി ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കാറ്റഗറി നിങ്ങൾ ചൂസ് ചെയ്യുക. ദെൻ ഇമെയിൽ അഡ്രസ് ഇതൊക്കെ കൊടുക്കണം. മാൻഡേറ്ററി ആണെന്ന് അറിയില്ല, നമുക്ക് സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാം മാൻഡേറ്ററി ആണെന്ന്. അതിൽ ഇമെയിൽ അഡ്രസ് മാൻഡേറ്ററി ആണ്. സോ 11003. അപ്പോൾ ഞാൻ ഇമെയിൽ അഡ്രസ് കൊടുത്തു. ഒന്നുകൂടെ സേവ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അത് ഇമെയിൽ അഡ്രസ് മാത്രമാണ് മാൻഡേറ്ററി ഉള്ളൂ. സോ അപ്പോൾ ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്ക് അടിക്കാം. ഡാഷ്ബോർഡിൽ തിരിച്ചു വന്നു. ഇപ്പോൾ ഞാൻ 8 എണ്ണത്തിൽ 7 എണ്ണവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തതെന്ന് പറയുന്നത് എനിക്ക് എന്താ പറയാ, ഒരു പ്രൈവസി പോളിസിയുടെ ഒരു ലിങ്ക് വേണം. ഞാനിപ്പോൾ ഒരു ലിങ്ക് ഇല്ല, ഞാൻ തൽക്കാലം ഞാനൊരു ലിങ്ക് ചുമ്മാ കൊടുക്കുകയാണ്. https:// ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ജസ്റ്റ് ഒരു ലിങ്ക് കൊടുത്തു, എന്നിട്ട് നമ്മളത് സേവ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ ആ 8 അവര് പറഞ്ഞ ഒരു 8 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ കൊടുക്കുക. ഞാനിപ്പോ ശരിക്കും ഇത് പ്ലേ സ്റ്റോറിൽ വരാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ അതായത് ഡാഷ്ബോർഡിലുള്ള ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക, കണ്ടന്റ് റേറ്റിംഗ് കൊടുക്കുക, സ്റ്റോർ ലിസ്റ്റിംഗ് ചെയ്യുക, ഐക്കൺസ് അപ്ലോഡ് ചെയ്യുക, സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുക, പ്രൊഡക്ഷനിൽ പോയിട്ട് നമ്മുടെ APK അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ് എന്ത്, നമ്മുടെ പ്രൊഡക്ഷൻ. നമ്മുടെ പ്രൊഡക്ഷനിൽ തിരിച്ചു വന്നു. ഇതിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന റിലീസ് ഉണ്ടാവും. റിലീസ് ക്ലിക്ക് ചെയ്താൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ റിലീസിൽ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് ഇപ്പം നിലവിൽ ഡ്രാഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്ത് ചെയ്യുക, ഇന്ന് നമുക്ക് ഇതിനൊന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷം റിവ്യൂ റിലീസിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ പിന്നെ ഒരു എറർ കാണിക്കുക. ഒരു എററാണ് കാണിക്കുന്നത്, നോ കൺട്രീസ്. ഓക്കെ, കൺട്രി അതായത് നമ്മുടെ ഏത് കൺട്രിയിലാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് അത് കൊടുക്കാനായിട്ട് ഡാഷ്ബോർഡിൽ ഒന്ന് പോയി നോക്കാം. പ്ലേസ് യുവർ ആപ്പ്. ഓക്കെ, ഓക്കെ, നമുക്ക് ഈ ഡാഷ്ബോർഡിൽ റിലീസ് യുവർ ആപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ അകത്ത് ടെസ്റ്റ് യുവർ ആപ്പ് വിത്ത് ലാർജർ ഗ്രൂപ്പ് ഓർ ടെസ്റ്റേഴ്സ് വിത്ത് കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതില് സെറ്റപ്പ് യുവർ ക്ലോസ്ഡ് ടെസ്റ്റ് ട്രാക്ക്, ക്രിയേറ്റ് ആൻഡ് റോൾ ഔട്ട് എ റിലീസ്, 2 ഓപ്ഷൻ നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പുതിയൊരു റിലീസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രീസ് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓപ്പൺ ടെസ്റ്റിംഗ്, പ്രീ രജിസ്ട്രേഷൻ, പബ്ലിഷ്. ഓക്കെ, ഇതിൽ 4ാമത്തെ സെക്ഷനാണ് വരിക. നമ്മൾ ഇതെല്ലാം ഓരോരോ എന്താ പറയാ, ഓരോരോ ടെസ്റ്റിംഗ് സ്റ്റേജുകളിൽ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും അവസാനത്തെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എന്താ പറയാ, ഈ പബ്ലിഷ് യുവർ ആപ്പ് ഓൺ ഗൂഗിൾ പ്ലേ. അപ്പൊ ഇതിന്റെ അകത്ത് 3 സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഓർമ്മ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതിൽ 2ാമത്തെ എടുക്കുകയാണ് സെലക്ട് കൺട്രീസ് ആൻഡ് റീജിയൻസ്. അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് കൺട്രീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് കൺട്രി ആവശ്യമുള്ള കൺട്രീസ് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ തൽക്കാലം ഇന്ത്യ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ, വേറെ ഞാൻ കൊടുക്കുന്നില്ല. ഇന്ത്യ ചൂസ് ചെയ്തു, ദെൻ കൺട്രി ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു കൺട്രി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് എല്ലാ കൺട്രിയിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ കൺട്രീസും ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ തിരിച്ച് ബാക്ക് അടിച്ചു. ഇനി അവരെന്താ അടുത്തത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ ആൻഡ് റോൾ ഔട്ട്. നമുക്ക് ഇനി വീണ്ടും റിവ്യൂ ആൻഡ് റോൾ ഔട്ട് എന്ന ഓപ്ഷനിലേക്ക് പോകാം. അപ്പോൾ വീണ്ടും അതായത് നമ്മൾ ഇച്ചിരി മുമ്പ് പ്രൊഡക്ഷനിൽ പോയതില്ലേ, അത് തന്നെ അവിടെ വന്നിട്ട് നമുക്ക് റിവ്യൂ റിലീസ് ക്ലിക്ക് ചെയ്യാം. അതിന്റെ അകത്ത് ഇപ്പൊ വാണിംഗ് മാത്രമേ ഉള്ളൂ, എററുകൾ അയാളൊക്കെ പോയി. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത്രയും നേരം ഡിസേബിൾ ആയിരുന്ന ഈ ഒരു ബട്ടൺ ഇപ്പോൾ എനേബിൾ ആയി വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് റോൾ ഔട്ട് ടു പ്രൊഡക്ഷൻ എന്നൊരു ഓപ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത് പ്രൊഡക്ഷനിലേക്ക് റോൾ ഔട്ട് ആവുന്നതായിരിക്കും. അതായത് നമ്മളിപ്പോ എന്താ പറയാ, അവർക്ക് ഗൂഗിളിന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു APK നമ്മളിപ്പോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഇൻ റിവ്യൂ എന്ന് എഴുതി വെച്ചിരുന്നതാണ്. ഇൻ റിവ്യൂ അതായത് ഇപ്പൊ നമ്മളിട്ട ഈ ഒരു റിലീസ് റിവ്യൂ പ്രോസസ്സിംഗിലാണ്. 24 hours അല്ലെങ്കിൽ 48 hours അവർ റിവ്യൂ ചെയ്ത് ഒന്നുകിൽ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടന്നിരിക്കും.
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഇത്ര സ്റ്റോറിൽ നമുക്ക് ഒരു APK അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സ്റ്റെപ്സുകളാണുള്ളത്. ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മെയിൻ സ്റ്റോർ ലിസ്റ്റിംഗ്, ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ സ്റ്റോർ ലിസ്റ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഡക്ഷനിൽ പോയിട്ട് നമ്മൾ APK അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ കൺട്രീസ് ചൂസ് ചെയ്യണം. IARC കണ്ടന്റ് റേറ്റിംഗ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യണം. പിന്നെ ഉള്ളത് നമ്മുടെ കാറ്റഗറി ചൂസ് ചെയ്യണം. കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്, അതിന്റെ ആൻസറുകൾ നമ്മൾ ഫില്ല് ചെയ്യണം. പ്രൈവസി പോളിസി URL ആഡ് ചെയ്യണം. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെന്താ പറയുക റോൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവും. ദെൻ ഫൈനലി നമ്മൾ റോൾ ഔട്ട് ചെയ്യുന്നു. റോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിവ്യൂവിന് വേണ്ടി സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ ഗൂഗിളുകാരെ വെരിഫൈ ചെയ്തതിനു ശേഷം അതിന്റെ റെസ്പോൺസ് നമുക്ക് ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡിൽ കയറി നോക്കിയാൽ അല്ലെങ്കിൽ പ്ലേ കൺസോളിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് വെച്ചിട്ടാണെങ്കിലും നമുക്കിത് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ 48 hours കഴിയുമ്പോൾ നമുക്ക് ഇത് സെർച്ചിൽ വിസിബിൾ ആവുന്നതായിരിക്കും. നമ്മുടെ ഇത് പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ മാത്രം സെർച്ചിൽ വിസിബിൾ ആയിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയാണ്. നമുക്ക് ഇനി ഡാഷ്ബോർഡ് നമുക്ക് ഓൾ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു നോക്കാം. ഈ ഓൾ ആപ്സിൽ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ കാണിക്കും. ഇപ്പൊ നമുക്കൊരു എൻട്രോ ഉണ്ട്. ഇത് സ്റ്റാറ്റസ് ഇൻ റിവ്യൂ എന്നാണ് കാണിക്കുന്നത്. നമുക്ക് 2 പ്രൊഫഷനിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് റിവ്യൂ എന്ന ഓപ്ഷനിൽ കിടക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.